നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റോം രൂപതയുടെ മെത്രാനായി ലിയോ 14 പാപ്പ സ്ഥാനമേറ്റെടുത്തു. ചടങ്ങുകൾക്ക് ശേഷം പാപ്പ റോമിലെ ക്യാപിറ്റോളിൻ കുന്നിൽ റോം നഗരത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങി. റോമിന്റെ മേയർ പാപ്പയെ സ്വാഗതം ചെയ്തു. റോമിന്റെ മേയറോട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോടൊപ്പവും ഞാനും റോമുകാരനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഹ്രസ്വമായ സംഭാഷണത്തിൽ മേയറോടും അവിടെ സന്നിഹിതരായിരുന്ന സിവിൽ അധികാരികളോടും അവരുടെ ഊഷ്മളമായ സ്വീകരണത്തിന് പാപ്പ നന്ദി പറഞ്ഞു. റോമിൽ വീണ്ടും തീർപ്പെട്ട സ്വീകരണം ഓപ്പസ് ദെയ് സമൂഹത്തിൽ നിന്നാണ് 20 ഡീക്കന്മാർ വൈദികരായി അഭിഷിക്തരായത്. റോമിലെ സെന്റ് യൂജിൻ ബസിലിക്കയിൽ നടന്ന തീർപ്പെട്ട സ്വീകരണത്തിന് വത്തിക്കാന്റെ ദേവാരാധനകൾക്കും കൂദാശകൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്റ്റഡ് പ്രിഫെക്ട് കർദിനാൾ ഓർദർ റോഷെ നേതൃത്വം നൽകി. മെക്സിക്കോ, അമേരിക്ക, അർജന്റീന, സ്പെയിൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നവവൈദികർ. 1928 ജോസ് മരിയ എക്സ്ക്രിവ എന്ന സ്പാനിഷ് വൈദികനാണ് ഓപ്പസ് ദെയ് സമൂഹം ആരംഭിക്കുന്നത്. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നടന്ന ഭക്തിസാന്ദ്രമായ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജെറേലി നേതൃത്വം നൽകി. ചടങ്ങിൽ മലബാറിന്റെ മാതൃരൂപതയായി കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ചടങ്ങുകളും നടന്നു. യുദ്ധം തകർത്ത ഹെതിയിലെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിൽ. യുദ്ധം മൂലം ഹെതിയിലെ ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങൾ ഹെതിയിലെ കുട്ടികളുടെ ഭാവിയെ മോശമായി ബാധിക്കുന്നുവെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് തുടങ്ങിയ ആഗോള സംഘടനകൾ ഇവരെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ കുട്ടികളുടെ വളർച്ചയ്ക്കും സുരക്ഷിതത്വത്തിനും വലിയ ഇടപെടലുകളും സഹായവും ഇപ്പോഴും ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കണമെന്ന് ലിയോ 14 പാപ്പ. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെയും പ്രകൃതിയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും പരിപാലനത്തെ ആസ്പദമാക്കി ഫ്രാൻസിസ് പാപ്പ 2015 മെയ് 24 പുറപ്പെടുവിച്ച ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് എക്സിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.